പോളാർ എയർലൈൻസിന്റെ ആന്റോനോവ് AN-24 വിമാനമാണ് കിഴക്കൻ റഷ്യയിലെ കോളിമ നദിയിൽ ലാൻഡ് ചെയ്തത്. അതിശൈത്യത്തിൽ തണുത്തുറഞ്ഞ നദിയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയ വിമാനത്തിൽ നിന്ന് യാത്രക്കാർ പുറത്തിറങ്ങുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. Самолет, река. ദേവികയുണ്ട് തത്സമയം. ഗുഡ് മോർണിംഗ് ദേവിക. ഗുഡ് മോർണിംഗ് മോത്തി. ഏതായാലും അതിശൈത്യത്തിൽ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടും ഈ കനത്തിലുള്ള ഐസ് പൊട്ടി ജലാശയത്തിലേക്കൊന്നും വീഴുന്ന തരത്തിലേക്കൊന്നും പോയില്ലല്ലോ എന്നാണ് ദൃശ്യങ്ങൾ കാണുമ്പോൾ ആശ്വസിക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരുന്നു ശരിക്കുള്ള ഈ സംഭവം? അതെ മോത്തി, ഈ കഴിഞ്ഞ ദിവസം കൂടി ജപ്പാനിൽ നിന്നുള്ള മറ്റൊരു വിമാനാപകട വാർത്ത നമ്മൾ കണ്ടിരുന്നു. ഇത് റഷ്യയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. പോളാർ എയർലൈൻസിൻ്റെ ആന്റോനോവ് AN-24 എന്ന വിമാനം ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. റഷ്യയുടെ കിഴക്ക് ഭാഗത്തു നിന്നുള്ള യക്കൂട്സ് എന്ന പ്രദേശത്തു നിന്നും സിറിയങ്ക എയർപോർട്ടിലേക്ക് യാത്ര ചെയ്ത വിമാനമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ഈ സിറിയങ്ക എയർപോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. എന്തെന്നാൽ ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് കൊളീമ എന്ന് പറയുന്ന നദിയുടെ തൊട്ടടുത്താണ്. അതായത് വിമാനം ലാൻഡ് ചെയ്യുന്ന എയർ സ്ട്രിപ്പും നദിയുടെ തീരവും തൊട്ടടുത്താണ്. അതുകൊണ്ട് തന്നെ ഈ പൈലറ്റിന് അതിശൈത്യമായതിനാൽ എയർ സ്ട്രിപ്പ് കാണാൻ സാധിച്ചില്ല. അതായത് ഏകദേശം ഒരു -40°C ആണ് അവിടുത്തെ താപനില. അതുകൊണ്ട് തന്നെ ആ പ്രദേശം മുഴുവനും മഞ്ഞു മൂടിക്കിടന്നിരുന്നു. അതുകൊണ്ട് പൈലറ്റിന് എയർ സ്ട്രിപ്പും നദി ഏതാണ് എയർ സ്ട്രിപ്പ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ നദിയുടെ ഉപരിതലത്തിൽ ഈ വിമാനം ലാൻഡ് ചെയ്തത്. ഏകദേശം 34 യാത്രക്കാരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഭാഗ്യം കൊണ്ട് ആ യാത്രക്കാർക്ക് ഒന്നും അപകടം പറ്റിയില്ല. ഇതിൽ മറ്റൊരു കൗതുകം എന്തെന്നാൽ എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ യാത്രക്കാർ വിമാനത്തിൽ നിന്നും ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് നടന്നാണ് പോയത്.